ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ലൊരു കോഴ്സ് അല്ല. ധാരാളം പേരൻസ് വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ +2 കഴിഞ്ഞു, 10th കഴിഞ്ഞു, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ, നല്ലൊരു കോഴ്സ് ഒന്ന് പറഞ്ഞു തരാമോ? നല്ലൊരു കോഴ്സ് അല്ല തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ എന്താണ്? നല്ലൊരു കരിയർ, നല്ലൊരു പ്രൊഫഷൻ, അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനിലാണ്, ഞാൻ എങ്ങോട്ട് പോകണം. നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് പ്ലാനിങ്ങോടുകൂടി പഠിക്കുന്നവർക്ക് ഈ കൺഫ്യൂഷൻ വരത്തില്ല. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ലൈഫിൽ ഒരു കരിയർ അല്ലെങ്കിൽ ആ പ്രൊഫഷനിലൂടെ കിട്ടുന്ന സ്റ്റാറ്റസ്, ഇൻകം, ജീവിത നിലവാരം, ഇതൊക്കെയാണ് നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ആസ്വദിച്ച് നമുക്ക് ജീവിക്കാനുള്ള പ്രേരണ തരുന്നതും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതും. ആ പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ആ കരിയറിലേക്ക്, ആ ഡെസിഗ്നേഷനിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ചെയ്യേണ്ടത് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഫോർവേഡ് പ്ലാനിങ് അല്ല, പകരം ഒരു ബാക്ക്വേഡ് പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടത്. എന്താണ് ഈ ഫോർവേഡ് പ്ലാനിങ്ങും ബാക്ക്വേഡ് പ്ലാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നഴ്സറി ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നു, 10th കഴിഞ്ഞാൽ 11th എത്തുന്നു, +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുന്നു, ഡിഗ്രി കഴിഞ്ഞാൽ PGക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഫോർവേഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ഒരു എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകുന്നത്. പകരം ബാക്ക്വേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ എത്തിച്ചേരണം എന്നുള്ള കരിയർ, പൊസിഷൻ, ഡെസിഗ്നേഷൻ ആദ്യം സെറ്റ് ചെയ്യണം. അതൊരു 10th ക്ലാസ്സിൽ എത്തുമ്പോഴെങ്കിലും ഇല്ലെങ്കിൽ 11th 12th ക്ലാസ് പഠിക്കുന്ന സമയത്തെങ്കിലും ഈ എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ച്, ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതിലേക്ക് എത്താനുള്ള കോഴ്സുകളാണ് നാം പഠിക്കേണ്ടത്. എക്സാമ്പിൾ, എനിക്കൊരു MBBS ഡോക്ടർ ആകണം എങ്കിൽ ഞാനത് പഠിക്കേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് ക്യാമ്പസിലായിരിക്കണം, ഡിഗ്രി പഠിക്കേണ്ടത് ഏത് ക്യാമ്പസിലായിരിക്കണം, അതിന് 11th 12th ഏത് കോഴ്സ് എടുക്കണം, 11th 12th എടുക്കേണ്ട ആ സ്ട്രീമിന് ശേഷം എനിക്ക് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടോ എങ്കിൽ അതിനെ ബേസ് ചെയ്ത് 10th ക്ലാസ്സിന് ശേഷം 11th 12th പഠിക്കാൻ ഏത് സ്കൂൾ എടുക്കണം. ഇതെല്ലാം ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വേണം, പ്ലാൻ ചെയ്ത് വേണം. ബാക്ക്വേഡ് പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് ഈ ഡെസിഗ്നേഷൻസ് ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കുക, ഒരു നല്ല കോഴ്സ് അല്ല വേണ്ടത്, നല്ല കരിയറാണ്. ആ നല്ല കരിയറിലേക്ക് എത്താൻ വേണ്ട പ്ലാനിങ് ആണ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു പേരന്റിനെ, ഒരു വിദ്യാർത്ഥിയെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അതേപോലെ ആയിരിക്കണം ഒരു പേരന്റ് വിദ്യാർത്ഥിക്ക് വേണ്ട അഡ്വൈസ് നൽകാനും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ.